പാതയോരങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യം ഒരാളുടെ ജീവനെടുക്കാൻ കെൽപ്പുള്ള സന്ദേശം ഉൾക്കൊണ്ട് മീഡിയ മിറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് ജലസമാധി എന്ന പേരിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. ചിത്രപ്രദർശനം പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫർ ശ്രീ ബാലൻ മാധവൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. ഈ മീഡിയ മീറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രകൃതിയുടെ സൗന്ദര്യം കാണിക്കുക എന്നുള്ളൊരു ഫോട്ടോഗ്രാഫർ ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വമെന്നും, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്കും നമ്മുടെ ഈ നഗരത്തിനും ഉണ്ടാകുന്ന ദുരന്തങ്ങളും കൂടെ അതിൻ്റെ മറുവശവും കൂടെ നമ്മൾ സമൂഹത്തെ കാണിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഈ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ആദ്യമായി ഈ മീഡിയ മീറ്റ്സിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തലുകളാണ് നടത്തുന്നത്. നേരെ മറിച്ച് നമുക്ക് വേണ്ടത് ഒരു ആത്മപരിശോധനയാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ആമഴിഞ്ഞാൻ തോട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്രയും മാലിന്യം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടുത്തെ സർക്കാരോ കോർപ്പറേഷനല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കും ഈ ഓരോ ചിത്രങ്ങളും. കാരണം ഈ ചിത്രങ്ങളിലെല്ലാം ഉറവിടം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് മാത്രം ഉണ്ടായ വേസ്റ്റാണ്. പിന്നെ അത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, കാരണം പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, രണ്ടു നേരം കുളിക്കുകയും അവനവൻ്റെ വീട് മാത്രം സൗന്ദര്യമായി നിലനിർത്തുകയും വീടിന് പുറത്ത് എന്ത് നടന്നാലും വലിച്ചെറിയുന്ന ആ ഒരു പ്രവണതയെക്കുറിച്ചുകൂടെ ഈ ചിത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പം അത്തരത്തിൽ ഈ ചിത്ര പ്രദർശനം ഇന്ന് ഈ സ്ട്രീറ്റിൽ തന്നെ വയ്ക്കാൻ കാരണം ഇത് സാധാരണ മനുഷ്യർ കാണണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ കൂടെ. നാളെ ഇത് തിരുവനന്തപുരത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലും കൊണ്ടുപോയി അടുത്ത തലമുറയെ കൂടെ ബോധവൽക്കരിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടെ മീഡിയ മിറ്റ്സ് നേച്ചർ ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്.